നമ്മള് മലയാളികൾ പൊതുവേ കുറച്ച് എനിക്ക് അറിഞ്ഞൂടാ, നമ്മൾ കുറച്ച് എക്സ്പ്രസ് ചെയ്ത് ചിലത് കുറച്ച് കുറവാണല്ലോ. ഈ ബോംബെക്കാരും അങ്ങനെയല്ല, ദിവ്യയാണ് പിന്നെ എന്നെക്കാൾ ഇത്തിരി കാണിക്കുന്ന ആള്. അപ്പൊ ഞാൻ ഇപ്പൊ ദിവ്യ എന്റെ അത്രയും പോലും കാണിക്കില്ല. ദിവ്യ ഇങ്ങനെ ചില ആക്ടേഴ്സുമായിട്ട് വർക്ക് ചെയ്യുമ്പം അവർ ഇങ്ങനെ ഇത് ആലോചിക്കാന്ന് ഇങ്ങനെ അത്ഭുതം പോലെ. അപ്പം നമ്മൾക്ക് ശരിക്കും ഇത് നമ്മൾ ഡ്രാമ സ്കൂളിൽ പഠിക്കാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരു നാടകം ചെയ്യുമ്പോഴോ ഏറ്റവും ആദ്യ ദിവസമേ ആലോചിച്ച കാര്യം ഇവർ 20 വർഷത്തെ എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ട് ആലോചിച്ചിട്ട് പോലും ഇല്ല. ചില സമയത്ത് നമുക്ക് ഇത് നന്നായല്ലേ, എനിക്കറിയില്ലായിരുന്നു ഇത്ര നന്നായിരുന്നു, ഇത് മോശമായി, ഞാൻ ഇത് ഭയങ്കര നല്ലതായിരുന്നു. ഡയറക്ടർ പറയുന്നത് അത് ഓക്കെയാണ്, കിട്ടി എന്ന് പറഞ്ഞാൽ നമ്മളെ പറഞ്ഞു, അപ്പോൾ നമ്മൾ ഓക്കെ ആയിരിക്കും, കിട്ടിക്കാണ്. കുറച്ചും കൂടി ക്യാരക്ടറിനെ പറ്റി സംസാരിക്കാനുള്ള സമയം കിട്ടുക എന്ന് പറയുന്നത് ഒരു പ്രിവിലേജ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കൂടെ അഭിനയിക്കുന്ന ഒരു ആക്ടർ എന്തോ ഒരു കവിതയെ പറ്റി ഒന്ന് സംസാരിക്കുമ്പോൾ ദിവ്യ ഓരോ മലയാള കവിതകളൊക്കെ ഇരുന്ന് പാടുന്നു, പഴയ കവിതകളൊക്കെ. ഈ കൊച്ചിന് ഈ കവിതയൊക്കെ അറിയാവോ, ഇതെന്ത് കുട്ടി, ഇതൊരു പ്രത്യേക കോമ്പിനേഷൻ ആണല്ലോ എന്നൊക്കെ ഞാൻ ആലോചിക്കണം. വേറൊരു സ്ഥലത്ത് പോയപ്പോൾ അവര് ദിവ്യ പ്രമേയം തന്നെയാണോ അതിലെ നിങ്ങൾ ഭയങ്കര ഫ്രണ്ട്സ് അല്ലേ? എനിക്ക് ഫ്രണ്ട്സ് എന്ന് പോലും ആദ്യം കേൾക്കുന്ന മനസ്സിലായില്ലായിരുന്നു. നിങ്ങൾ പോലും അറിഞ്ഞില്ലെങ്കിലും കേരളത്തിൽ അങ്ങനെ ഒരു സംസാരമുണ്ട്. കേരളത്തിന് പുറത്തില്ല.